ഇവിടെ തൃശൂർ സ്വരാജ് റൌണ്ടിന്റെ ഒരു ഭാഗത്ത്, അതായത് ജില്ലാ ആശുപത്രിയുടെ അവിടെ നിന്നാണ് ആദ്യ റോഡ് ഷോ തുടങ്ങുക. അവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരം റോഡ് ഷോ ആയി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തൃശൂർ റൌണ്ടിന് തന്നെ മറ്റൊരു ഭാഗത്ത് നായ്ക്കനാൽ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും സമാപിക്കുക. അവിടെയാണ് വനിതകളുടെ മഹാസമ്മേളനം കൂടി നടത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ ശോഭാ സുരേന്ദ്രൻ ബിജെപി നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഇത് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു തുടക്കമായി തന്നെ മാറും എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പരിപാടി, ഒരു സജ്ജീകരണത്തിലേക്ക് തന്നെയാണ് ബിജെപി നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ആസിഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും ഈ പരിപാടിയിൽ എന്തൊക്കെയാണ് ഇന്ന് നടക്കുക? ശരിക്കും പ്രധാനമായും റോഡ് ഷോയും വനിതാ സമ്മേളനമാണ്. നമുക്ക് 2:15 കൂടി റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ജില്ലാ ആശുപത്രിയുടെ അവിടെ നിന്ന് ആരംഭിച്ച് ഏകദേശം 1.5 കിലോമീറ്ററാണ് റോഡ് ഷോ ഉണ്ടാകുക. നായ്ക്കനാൽ ജംഗ്ഷൻ വരെ റോഡ് ഷോ ഉണ്ടാവും. അതിനുശേഷമാണ് വനിതാ സമ്മേളനം. വനിതാ സമ്മേളനത്തിൽ 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ബിജെപി നേതൃത്വം. ശോഭന ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ, തീർച്ചയായിട്ടും ക്രിക്കറ്റ് താരം മിന്നുമണിയുണ്ട്, ശോഭനയുണ്ട്, അങ്ങനെ ശീമാട്ടിയക്കണ്ണനുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ പല ഭാഗങ്ങളിൽ സമൂഹത്തിന് വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു 14-15 പ്രഗത്ഭരായ ആളുകൾ സ്റ്റേജിൽ തന്നെ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ളൊരു ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇതിലൂടെ ബിജെപി തൃശ്ശൂരിൽ തന്നെ ഒരു റോഡ് ഷോ മറ്റൊക്കെ നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തുടക്കമിടുകയാണ്. തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. കാരണം തൃശ്ശൂരാണ് ബിജെപി ഇത്തവണ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന ഒരു മണ്ഡലം എന്ന് പറയാം. കാരണം സുരേഷ് ഗോപി കഴിഞ്ഞ കുറെ കാലമായി ഇവിടുത്തെ ഒരു പ്രതിപക്ഷ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു പ്രവർത്തനം നടത്തുന്നത്. ചുമരെഴുത്തുകൾ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓട്ടോക്കാരുമായി സംവദിക്കുന്നു. അങ്ങനെ ഓരോ തരത്തിലുള്ള ആളുകളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപി സജീവമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബിജെപി ലക്ഷ്യമിടുന്നത് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം നടത്തുക എന്നുള്ളതാണ്. അത് സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള പ്രചാരണമാണ്. അത് മോദിയുടെ വരവോടുകൂടി അത് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ബിജെപിയുടെ നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ക്രമീകരണവും തൃശ്ശൂർ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു തരത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർക്ക് ലക്ഷ്യമിടുന്ന ഒരു സീറ്റിലേക്കുള്ള ഒരു പ്രചാരണത്തിന്റെ തുടക്കമാണ്. അത് ഏറ്റവും ഭംഗിയായി നടത്താനുള്ള ഒരു നീക്കമാണ് ഈ ബിജെപിയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. അതായത് നമുക്ക് തൃശൂർ നഗരത്തിലേക്ക് കടന്നു വരുന്നല്ല, തൃശൂർ ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ എല്ലായിടത്തും ഈ റോഡ് ഷോയെ കുറിച്ചുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കൊടികളും തോരണങ്ങളും ഒക്കെ തന്നെയുണ്ട്. തൃശൂർ റൌണ്ടാണ് നമുക്ക് പ്രധാനമായും റോഡ്സ് നടക്കുന്ന സ്ഥലം, 1.5 കിലോമീറ്റർ. അത് പൂർണ്ണമായും ബിജെപിയുടെ കൊടികളും മറ്റു തോരണങ്ങളും കൊണ്ട് നിറച്ചിട്ടുണ്ട്. നേരത്തെ ആസിഫ് സൂചിപ്പിച്ച പോലെ വളരെ മുമ്പ് തന്നെ ഈ ഒരു പാർലമെന്റ് മണ്ഡലം ലക്ഷ്യമിട്ടുകൊണ്ട് സുരേഷ് ഗോപി വലിയ തോതിലുള്ള പ്രചരണങ്ങൾ, സജീവ സാന്നിധ്യമായി നിന്നുള്ള പ്രചരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം പിന്നെ മീഡിയ കൊണ്ട് തന്നെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഷിത ജഗത്തുമായി ബന്ധപ്പെട്ട കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലും സുരേഷ് ഗോപി അഭിഭാഷകർ മുഖേന പറഞ്ഞിരിക്കുന്ന കാര്യം തൃശൂരിൽ തന്റെ കക്ഷി മത്സരിക്കാൻ സാധ്യതയുണ്ട്, തീരുമാനമായില്ലെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ കേസെന്ന് പോലും ആ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തൃശൂരിലെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി എന്ന അർത്ഥത്തിൽ, സുരേഷ് ഗോപി എന്ന അർത്ഥത്തിലുള്ള മുന്നോട്ട് പോക്ക് അവർ നടത്തിയിരുന്നു. അതിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കം എന്നതുപോലെ ആയിരിക്കും ശരിക്കും പ്രധാനമന്ത്രിയുടെ ഈ പരിപാടി എന്ന് പറയേണ്ടി വരും. അതിൽ ഈ റോഡ് ഷോ, അതോടൊപ്പം തന്നെ 1 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് ബിജെപി പറയുന്ന ഒരു പ്രധാനപ്പെട്ട മഹിളാ സംഗമം, അതിൽ പ്രധാനപ്പെട്ട ശോഭന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന മറിയക്കുട്ടി ചേച്ചി ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രചാരണ ക്യാമ്പയിനിലേക്ക് ശരിക്കും ബിജെപി പോകുന്നതിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഈ റാലി, ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ തൃശൂരിൽ നടക്കുക.